അപ്പോൾ എവിടെയായിരിക്കും ഇടതുപക്ഷത്തിന് ഈ പൾസ് മനസ്സിലാക്കുന്നിടത്തിൽ എന്തെങ്കിലും പിഴവുണ്ടോ? കാരണം പണ്ട് പൊതുവേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പാർട്ടി താഴെ തട്ടിലുള്ള ഒരു കണക്ക് വരും, ആ കണക്ക് ഏകദേശം അതുപോലൊക്കെ അവസാനം വരും. ഇതെന്താണ് സംഭവിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ? എന്തുകൊണ്ടാണ് പാർട്ടിയുടെ അടിത്തട്ടിലുള്ളവർക്ക് ഈ വോട്ട് ചെയ്യുന്നവരുടെ പൾസ് മനസ്സിലാക്കാൻ വൈകി പോകുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം അത്ഭുതപ്പെട്ട് നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ പേടിച്ച് നിന്ന് പോകുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ്? അതിന് രണ്ട് ഭാഗമുണ്ട്. ഇപ്പോൾ ഈ പുതിയ ഇപ്പോൾ നേരത്തെ പ്രിയദർശിനി KSRTC വലിയതാണല്ലോ. പക്ഷേ 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ അത് കിട്ടുന്നില്ല, സ്ത്രീകളുടെ. അപ്പോൾ അത് അത്രയും വലിയ ആളുകൾക്ക് കിട്ടിയ വരുമാനമാണല്ലോ, അത് നിന്നു. പക്ഷെ ആൾ നോക്കുമ്പോൾ ഇത് എൻ്റെ ജസ്റ്റ് കൊണ്ട് വന്നാൽ 2 ദിവസം യാത്ര പോയേക്കാം എന്ന് കരുതുന്ന മട്ടാണുള്ളത്. ഇതിൽ ഒരു ഭാഗം ഞങ്ങൾക്കും ഇപ്പോഴത്തെ ഒരു ജൈവബന്ധത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് വേണ്ടത്ര മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത്. അത് ഈ മാറിയ സാഹചര്യം അനുസരിച്ച് പാർട്ടിയുടെ ഘടന മാറാത്തതാണോ പ്രശ്നം? അതൊരു പ്രശ്നം തന്നെ. ഇപ്പോൾ ഈ ആളുകളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. പണ്ട് നാട്ടിൻപുറത്ത് നമ്മൾ വീട്ടിൽ പോയിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഉള്ളു തുറക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇപ്പോൾ ആളുകളും ആരും വേദനിപ്പിക്കില്ല. എല്ലാവർക്കും തോന്നുന്നു അവരവർക്ക് വോട്ട് ചെയ്യുന്നു തോന്നുന്നു. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ വരുന്ന പിന്നെ ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയം, ഈ ഒരു വർഗീയതയുമായി ഞങ്ങളെന്തോ സന്ധി ചെയ്യുന്നു എന്ന് പ്രചാരവേല കുറേശ്ശിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആൾക്ക് മനസ്സിലായി, ഇവർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ പ്രവർത്തന രീതികൾ പുതിയ തലമുറയിലേക്ക് എത്തേണ്ടത്, പ്രചരണ രീതികൾ പഴയതുപോലെയുള്ള രൂപങ്ങളിലൂടെ തന്നെ പോകാൻ പറ്റുമോ, അതെല്ലാം പ്രസക്തമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു സംഘടനാ പ്രചരണ രീതികളിലേക്ക് ഞങ്ങൾ അതിവേഗതയിൽ തന്നെ മാറേണ്ടതുണ്ട്.